ഇപ്പോൾ ഒരുപാട് തനത് പലഹാരങ്ങൾ നമുക്ക് ഉള്ളപ്പോഴും മാർക്കറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ വരും. അപ്പോൾ പ്രോഡക്റ്റുകൾ എപ്പോഴും ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് അതിൻ്റെ പേരുകൾ കൊണ്ട് കൂടിയായിരിക്കും. അങ്ങനെ പേരുകളൊക്കെ സെലക്ഷൻ എങ്ങനെയാണോ? അതെല്ലാം ഒരു ടീം വർക്കായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ഒരു ബാക്ക് ഹാൻഡിൽ നല്ലൊരു ഷെഫ് സപ്പോർട്ട് നമുക്കുണ്ട്. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു ടീം വർക്കാണത്. ബേസിക്കലി നമ്മൾ തനതായ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിലും എപ്പോഴും ഒരു ഫാഷനിലാണെങ്കിലും ഫുഡിലാണെങ്കിലും ഒരു ട്രെൻഡുകൾ ഉണ്ടാവും. നമുക്കറിയാലോ, ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും ജാർ കേക്ക് അല്ലെങ്കിൽ ഡ്രീം കേക്ക് അങ്ങനെയുള്ളത് വേണമെന്നാണ്. ഇപ്പോൾ അത് മാറി മെല്ലെ അത് താഴത്തേക്ക് വന്ന് ഇപ്പോൾ കുനാഫ കേക്ക് അങ്ങനത്തെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ അല്ലേ. അപ്പോൾ ഇത് ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെ കസ്റ്റമേഴ്സും ലൈവായിട്ട് നിൽക്കുക. അപ്പോൾ അത് എന്താണ് നാഷണൽ ഇൻ്റർനാഷണൽ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത് അത് നോക്കിയിട്ട് ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്സ് അങ്ങനെ ഉണ്ടാവും. അത് അതിൻ്റെ ട്രെൻഡ് കഴിയുമ്പോൾ മെല്ലെ അത് മാറും, പുതിയ സാധനങ്ങൾ വരും. പിന്നെ എപ്പോൾ പുതുമ ആൾക്കാർക്ക് ആഗ്രഹമാണല്ലോ. അപ്പോൾ പുതിയ സാധനങ്ങൾ ഇന്നോവേറ്റ് ചെയ്യുക, എന്താണ് നാഷണലി അല്ലെങ്കിൽ ഇൻ്റർനാഷണലി എന്താണ് പുതിയ ട്രെൻഡ് പോകുന്നത് അത് നോക്കി അതിൻ്റെ ഒരു ബാലൻസാണ് നമ്മൾ ചെയ്തു പോകുന്നത്.